ഇപ്പോൾ വലിയൊരു വിജയം നേടിയിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ ബഹുഭൂരിപക്ഷം ജയിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിപക്ഷം ജയിച്ചു. മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6 4 ജയിച്ചു. ഒരെണ്ണം മാത്രമേ എൽ ഡി എഫിന് കിട്ടിയുള്ളൂ. അവിടെ പോലും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അവശേഷിച്ച 1 ബി ജെ പി ജയിച്ചു. ഇത് തീർച്ചയായിട്ടും യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യു ഡി എഫിനോടുള്ള സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ഓക്കെ. എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ വോട്ടായിരുന്നു. ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറാണ് വർക്ക് ചെയ്തത്. ചില സ്ഥലങ്ങളിൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്തു. പക്ഷേ ബഹുഭൂരിപക്ഷ സ്ഥലത്തും അത് യു ഡി എഫിന് ഗുണം ചെയ്തു. അങ്ങനെ യു ഡി എഫിന് വലിയ വിജയമുണ്ടായി. ഇതാണ് സത്യം. ഓക്കെ. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒഴിച്ച് വേറൊരു സ്ഥലത്തും അങ്ങനൊരു വൈറ്റ് വാഷ് എന്ന് പറയുന്നതിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ യു ഡി എഫ് ജയിക്കുമ്പോഴും തൃശ്ശൂരിലെ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫാണ് ജയിക്കുന്നത്. അതെ. തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫാണ് ജയിക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫാണ് ജയിക്കുന്നത്. ആലപ്പുഴയിലെ മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെടുമ്പോഴും ഗ്രാമപഞ്ചായത്തുകൾ ജയിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് ജയിക്കുന്നത് എൽ ഡി എഫാണ്. പാലക്കാടും കോഴിക്കോടും ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, പക്ഷേ കോർപ്പറേഷൻ കിട്ടി. കണ്ണൂരിലെ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്ത് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് സാഹചര്യം. നമ്മൾ ഇത് പൂർണ്ണമായിട്ടും എൽ ഡി എഫിന് ബ്ലാങ്ക് ചെക്ക് കിട്ടി, അല്ല യു ഡി എഫിന് ബ്ലാങ്ക് ചെക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നതിൽ കഥയില്ല. അതെ. പിന്നെ എൽ ഡി എഫിന് വലിയ പ്രചരണ സംവിധാനമുണ്ട്, ന്യായീകരണ തൊഴിലാളികളുണ്ട്, ക്യാപ്സൂൾ ഫാക്ടറികളുണ്ട്, ഇങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ട്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമുണ്ട്, കേഡർ സംവിധാനമുണ്ട്, പണമുണ്ട്. പണം ഒരു ഘടകമാണ് ഇപ്പോഴത്തെ കാലത്ത്. കോൺഗ്രസിന് പഴയ പോലെ പണം സമാഹരിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ഭരണം കിട്ടും എന്ന ട്രെൻഡ് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മടിശീലക്കാരൊക്കെ കൊടുക്കുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എന്നാൽ പോലും മറ്റവരെ നമുക്ക് കുറച്ച് കാണാൻ പറ്റിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മറുഭാഗത്ത് എന്താണ് സ്ഥിതി എന്ന് നോക്കിയാൽ, ഈ വിജയം കൈവരിച്ചതോടുകൂടി ഓരോ നേതാവും ഇത് അവനവൻ്റെ കഴിവുകൊണ്ടാണ് ഈ നേട്ടം ഉണ്ടായത് എന്ന ഒരു പ്രതീതിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഇത് അവരുടെ കഴിവുകൊണ്ടല്ല, മറ്റവരുടെ ദൗർബല്യം കൊണ്ടാണ് ജയിച്ചത്. യു ഡി എഫിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറഞ്ഞാൽ വി ഡി സതീശനാണ്. സതീശന് വേണമെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ അഹങ്കരിക്കാം. ഓക്കെ. ആ നിലയിലുള്ള ഒരു വിജയം അദ്ദേഹത്തിന് കിട്ടിയിട്ട് അദ്ദേഹമാണ് ഇതിന് നടുനായകത്വം വഹിച്ച ആൾ. പിന്നെ ലീഗുകാർക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം. അവർ നന്നായിട്ട് പ്രവർത്തിച്ചു, അവരുടെ സംഘടനാ സംവിധാനം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ എതിരില്ലാത്ത ജയം അവർക്കുണ്ടായി. മലബാറിൽ പൊതുവെ ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു എന്ന് അവർക്കും അഭിമാനിക്കാം. പക്ഷെ അതിനപ്പുറത്ത് ആർക്കെങ്കിലും അഹങ്കരിക്കാനുണ്ടോ? ഇവിടെ സണ്ണി ജോസഫിൻ്റെ ഭാവം കണ്ടെത്തുന്നു അദ്ദേഹത്തിൻ്റെ മറ്റേ 80 കൊണ്ടാണ് യു ഡി എഫിന് കോൺഗ്രസിന് ജയം ഉണ്ടായത്. അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റുമാർ ഓരോരുത്തരുടെയും വിചാരം അവരുടെ മേന്മ കൊണ്ടാണ് ഇത് കിട്ടിയത്. ഓരോ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെയും ബൂത്ത് പ്രസിഡന്റിൻ്റെയും ഭാവം അയാളുടെ മേന്മ കൊണ്ടാണ്, അല്ലെങ്കിൽ അയാളുടെ ഗുണം കൊണ്ടാണ് ഇത് കിട്ടിയത്. സത്യത്തിൽ അങ്ങനെയേ അല്ല. അതൊക്കെ പോട്ടെ എന്ന് നോക്കാം, അവർ അഭിമാനിക്കട്ടെ, സന്തോഷിക്കട്ടെ. അത് വേറെ ആർക്കും ഉപദ്രവമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ അനഭിലഷണീയമായ പല പ്രവണതകളും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും ഒക്കെ ഉണ്ടായ വിഴുപ്പലക്കൽ. അതെ. ഒരു സ്ഥലത്ത് സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാപ്പുഴ അതിരൂപതയുടെ സ്ഥാനാർത്ഥി, കൊച്ചി രൂപതയുടെ സ്ഥാനാർത്ഥി, കൊച്ചി മേയർ ലത്തീൻ കത്തോലിക്കനായിരിക്കണം എന്ന അവകാശവാദം. കൊച്ചിയിൽ ലത്തീൻ കത്തോലിക്കന് ധാരാളമുള്ള സ്ഥലമാണ്. കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്കനാണ്, യാതൊരു സംശയമില്ല. ലത്തീൻ കത്തോലിക്കൻ ഈഴവർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന പോലെയാണ് ലത്തീൻ കത്തോലിക്കർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയാണ്, കുരിശ് കഴിഞ്ഞാൽ പിന്നെ കൈപ്പത്തിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, ഒരു സംശയമില്ല. ആ സമുദായത്തിൽപ്പെട്ട ഒരാൾ മേയറാവണം എന്നവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതിൽ മേയറാകാൻ യോഗ്യരായിട്ടുള്ള ആളുകളിൽ ലത്തീൻ കത്തോലിക്കർ നല്ലവരുണ്ട്. ഇപ്പോൾ മേയറായിട്ടുള്ള ആളും ഇനി മേയറാകാൻ പോകുന്ന ആളും ആ സമുദായക്കാരാണ്. അതിലൊന്നും നമുക്ക് ആക്ഷേപമില്ല, അതിന് തർക്കവുമില്ല, ഇവരാവേണ്ടവർ തന്നെയാണ്. പക്ഷേ പരസ്യമായിട്ട് ഇത് ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ സമുദായത്തിന് കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അതെന്താണ്? ഇപ്പോൾ മനസ്സിലായില്ലേ? അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായിട്ട് സുറിയാനി കത്തോലിക്കൻ വേണം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അങ്കമാലിയിൽ സുറിയാനി കത്തോലിക്കർക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ആ സമുദായത്തിൽ നിന്ന് ഒരാളെ ആവുള്ളൂ. ഇനി മറ്റൊരു സമുദായത്തിൽ നിന്ന് ആളാകാൻ പാടില്ലെന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ അതേ ആവുള്ളൂ എന്ന് കരുതി നമ്മുടെ അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ് പറയുകയാണ് അങ്കമാലിയിൽ നിശ്ചയമായിട്ടും സുറിയാനി കത്തോലിക്കൻ തന്നെ വേണം, വേറൊരാളെ പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റ് സമുദായക്കാർ അത് ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക? അങ്കമാലിയിലുള്ളവർ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകളും ഏത് രീതിയിലായിരിക്കും അത് പരിഗണിക്കുക? അതെ, അതൊന്നും ആലോചിക്കണ്ടേ? സമുദായ നേതാക്കളും ആലോചിക്കണം, കോൺഗ്രസ്സുകാരും ആലോചിക്കണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, മെത്രാന്മാർ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയില്ല.
അവസാനം ഈ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് കിട്ടുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും? ഇപ്പോൾ VK മിനിമോൾ അല്ലെങ്കിൽ ഷൈനി മാത്യു മേയറായിരുന്നു. ആ സമയത്ത് മറ്റ് സമുദായക്കാരെന്താ വിചാരിക്കുക? അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരെന്താ പ്രചരിപ്പിക്കുക? CPMകാരെന്താ പ്രചരിപ്പിക്കുക? BJPക്കാരെന്താ പ്രചരിപ്പിക്കുക? കണ്ടോ, കൊച്ചിയിൽ മറ്റ് സമുദായക്കാരില്ലാത്തതുകൊണ്ടല്ലോ. ഇവിടെ നായന്മാരുണ്ട്, ഈഴവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ലത്തീൻ അല്ലാത്ത വിവിധ ക്രൈസ്തവ സഭക്കാരുണ്ട്. ഇവരൊക്കെ എന്തിനാണ് വോട്ട് ചെയ്തത്? പെന്തിക്കോസുകാരെന്തിനാണ് വോട്ട് ചെയ്തത്? സുറിയാനിക്കാരെന്തിനാണ് വോട്ട് ചെയ്തത്? യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും എന്തിനാണ് വോട്ട് ചെയ്തത് എന്നൊരു ചോദ്യം വരില്ലേ? സ്വാഭാവികമല്ലേ? അവർ അത്ര വിശാലമായിട്ട് ചിന്തിക്കുന്നവരായിക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പോൾ ലത്തീൻ കത്തോലിക്കർ ചോദിച്ചു വാങ്ങിക്കുന്നു, നമ്മൾ ചോദിക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്ന് തോന്നൂലേ? പോട്ടെ, തിരുവല്ലയിലുള്ള മർത്തോമക്കാരെന്ത് വിചാരിക്കും? മനസ്സിലായില്ലേ? മർത്തോമ സമുദായക്കാരിയായ ഒരു സ്ത്രീ ഇവിടെ കൊച്ചിയിൽ മേയറാകാൻ ചെറിയ സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ അവരെക്കാൾ യോഗ്യത ഉള്ളവരാണ് മറ്റു 2 സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. പക്ഷേ മർത്തോമക്കാർക്ക് മനസ്സിലാവില്ല. അവർ വിചാരിക്കും എന്താണ്, മർത്തോമക്കാരി ആയതുകൊണ്ട് ഞങ്ങളുടെ ആൾക്ക് കിട്ടിയില്ല. അപ്പം ചെങ്ങന്നൂരും തിരുവല്ലയിലുള്ള മർത്തോമക്കാരെന്ത് വിചാരിക്കും? ഇതൊരു വലിയ വിഷയമല്ലേ?